പാലസ്തീൻ വിഷയം നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ചിന്താഗതിക്കാരും സാമ്രാജ്യത്വ ചിന്താഗതിക്കാരുമെല്ലാം ഗൗരവമായി കണ്ടൊരു കാര്യമാണല്ലോ. ദേശീയ പ്രസ്ഥാന കാലം മുതൽക്കേ നമുക്കതിൽ നിലപാടുള്ളതാണ്. നമ്മുടെ രാജ്യം പാലസ്തീനെ മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യാസർ അറാഫത്തിനെയും അരികു നിർത്തിക്കൊണ്ടായിരുന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇസ്രയേലിനെ നാം അംഗീകരിച്ചതേ ഉണ്ടായിരുന്നില്ല. എവിടെ എത്തി കോൺഗ്രസ്? നരസിംഹറാവുവിൻ്റെ കാലമായപ്പോൾ ആ നയത്തിൽ മാറ്റം വന്നു. ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലപാട്. ഇസ്രയേലിനെ നാം അംഗീകരിച്ചതേ ഉണ്ടായിരുന്നില്ല. എവിടെ എത്തി കോൺഗ്രസ്? പിന്നെ അത് ശക്തിപ്പെട്ടു വന്നു. ഇപ്പോഴോ BJP സിയോണിസ്റ്റുകളുടെ ഇരട്ട സഹോദരനായി കണക്കാക്കാൻ പറ്റുന്ന RSS നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി വലിയ ആത്മബന്ധം. ലോകമാകെ ഇസ്രയേൽ നടത്തുന്ന അതിക്രമങ്ങളെ അപലപിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഈ ഗാസയിലെ ആദ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത്തവണ അന്ന് ഇസ്രയേലിൻ്റെ കൂടെയാണ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കാനാണ് ധൃതി കാണിച്ചത്. ആ ഐക്യദാർഢ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രയേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് നേതാവിനെ കാണാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇതെല്ലാം നമ്മുടെ ദുരനുഭവത്തിൽപ്പെട്ടതാണല്ലോ. അദ്ദേഹത്തെ ആരും തിരുത്തിയില്ല എന്ന് മാത്രമല്ല, വീണ്ടും ആ നിലപാടാണ് ശരി, ഇതിൽ ഇസ്രയേലാണ് ശരി എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് മടിയുമുണ്ടായില്ലല്ലോ. ഇതെല്ലാം നമ്മുടെ ദുരനുഭവത്തിൽപ്പെട്ടതാണല്ലോ. അദ്ദേഹത്തെ ആരും തിരുത്തിയില്ല എന്ന് മാത്രമല്ല, വീണ്ടും അപ്പോൾ കോൺഗ്രസ് എങ്ങനെ BJPയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു? ഇതാണോ വേറിട്ട് നിൽക്കൽ? आगा नहीं भाई,